ആ നിങ്ങൾ വന്നോ? ആദ്യമായിട്ട് നീ തോറ്റു അല്ലേ കേശവ? നിനക്കും വിഷമം കാണും. അവനെല്ലാം കൊണ്ടും വിഷമം. മൂത്താശാന്റെ മരണം, നന്ദിനിക്കുട്ടിയുടെ ഇപ്പതാ മാളയിലെ. അതുപോട്ടെ, മോൻ എന്താ ഇവിടെ നിന്നുകളഞ്ഞേ? നന്ദിനിക്കുട്ടി ഇവിടെ ഇല്ലെന്നറിയില്ലേ? ആ പതിവായിട്ടുള്ള ശർക്കര തുള്ളിനാണെങ്കിൽ ആ നോക്കാം. എന്റെ കേശവ, നീ ഈ മുറ മാറ്റണം. ഇതൊക്കെ വേണ്ടാത്ത ശീലങ്ങളാ. നെല്ലിക്കോളം ശർക്കര കിട്ടിയാൽ നിനക്ക് വലുതും ആയോ? വേണ്ടേ? വേണ്ട. അവള് വന്നിട്ട് ഇനി തിന്നാ മതി. എല്ലാരും കൂടി നിങ്ങൾ തുടങ്ങിയാൽ ആ നടക്കട്ടെ നടക്കട്ടെ. എന്താ കേശവ? എന്തു പറ്റി? നാരനാരെ, ഇതെന്താ കഥ? കഴിഞ്ഞ കൊല്ലത്തെ ഏകാദശി കൊടുക്കാൻ എന്റെ മോള് ആറ്റുനോറ്റ് വാങ്ങിയതാ. ഇക്കൊല്ലത്തെ ഏകാദശിയും മുറ്റത്തെത്തിയിരിക്കണു എന്റെ മോളെ. എന്താ അത് കേശവ? ഇങ്ങനെ കുട്ടികളെ പോലെ കരയേ? നന്ദിനിക്കുട്ടി നിന്നെ കാണാൻ വരാതിരിക്കൂ? അച്ഛനാർക്കും വേഗം ഭേദാവട്ടോ? എല്ലാവർക്കും മനോവേദനയാ. നമ്മുടെ കേശവൻ വല്ലാത്ത വിഷമത്തിലാ. ഒരു ശീലായ്മ. ഇതെന്തൊരു ഇരിപ്പാ! ഒന്ന് മെല്ലെ എണീറ്റ് ചായപ്പിടിയിലേക്ക് വരുന്നുണ്ടോ? പഴനാരി പൊക്കോളൂ, എനിക്കൊന്നും വേണ്ട. എന്നാ ഞാൻ പോയി വലിയ വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് വയ്യാടോ, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോക്കും കേശവനും ഒന്നും വരുത്തല്ലേ കൃഷ്ണ. ഭഗവാനെ, പതിവില്ലാത്തതാണല്ലോ. മഴ കോരി ചൊരിഞ്ഞാൽ. നന്ദിനിക്കുട്ടിയുടെ വിവരം വല്ലതും ഉണ്ടോ അച്ഛനാര്? എന്റെ കേശവൻ എങ്ങനെ? ആദ്യമൊക്കെ ഒരു ചെറിയ വാട്ടം കണ്ടു. അച്ഛനാരെ അടുത്തില്ലാത്തോണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ ആ തങ്കത്തലം അങ്ങോട്ട് തലയെ കയറ്റിപ്പോണ്ടല്ലോ, പതിപോലെ കേശവന്റെ ആ തലപ്പൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. ഒരൊന്നര അടി അങ്ങോട്ട് പൊങ്ങി. ഗുരുവായൂരപ്പ, എന്റെ മോൻ അങ്ങനെയാ? നടയിൽ വെച്ചാണ് അറിഞ്ഞത് അച്ഛനൊരു സുഖമില്ലാണ്ട് കിടപ്പാണ്. അതെ, തണുത്ത കാറ്റുണ്ട്, അകത്ത് പോയി കിടക്കാല്ലേ? ശരിയാ. വിളക്കിയാണ് തുള. കേശവ, നിനക്ക് വയ്യേ? ഗുരുവായൂരപ്പ, എന്റെ മോൻ എന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റി മോനെ?
നാരന്മാരെ ഒന്നിവിടെ നിൽക്കൂ. ഞാനൊന്ന് അച്ഛനാർക്ക് വിവരം കൊടുത്തിട്ട് പോ. എല്ലാം തികഞ്ഞു. എന്തൊരു പനിയാ പനിക്കണേ. എന്റെ കേശവൻ ഒന്നുമില്ല. ഒന്നുമില്ലേ? എഴുന്നള്ളത്ത് കഴിഞ്ഞില്ലല്ലോ. ഒരു താഴെ പോന്നേ. എഴുന്നള്ളിച്ചില്ല. കിടന്ന് ഇറക്കേണ്ടി വരും. പോലൊത്തും പറമ്പിലേക്കൂ. എന്റെ പൊന്നു മോന് വയ്യേ. ഇവിടെ കിടന്നോളോ. ഞങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളൊക്കെയോ? നിങ്ങളൊക്കെ ഉണ്ടെന്നോ? നിങ്ങളൊക്കെ ആരാ? എന്റെ കേശവനെ ഞാൻ കാണാതിരിക്കേ. ഒന്നിവിടെ കിടക്കുന്നുണ്ടോ? എന്തായാലും എന്റെ ഗുരുവായൂരപ്പാ, എന്റെ പൊന്നു മോൻ എന്ത് പറ്റി? എന്നെ കാണാഞ്ഞിട്ടാണോ? ഒന്ന് നിൽക്കൂ, ഒന്ന് നിൽക്കൂ. ഓടല്ലേ. എന്റെ മോനെ കേശവ, നാളെ ഇവന് വടക്കോട്ട് അഭിമുഖമാക്കി കളയ്ക്കൂ. അവൻ ഗുരുവായൂരപ്പന്റെ കോവിലം കണ്ടോണ്ട് നിൽക്കട്ടെ. പ്രഭാരം പോയിട്ട് കളയിച്ചോ? മണ്ണൂറ്റിൽ നിന്ന് ഡോക്ടർ ജോർജും പിന്നെ ചാവക്കാട്ട് നിന്ന് അബ്ദുൽ ഖാദറും ഉടനെ ഇവിടെ എത്തും. ഒരു കൂട്ടം വെള്ളം എടുത്ത് മുന്നോട്ട് കൊണ്ടുവയ്ക്കൂ. എടവപ്പാതിക്ക് ദാഹം തീർക്കുന്നവനല്ലേ ഇവൻ. ഭഗവാനെ ഗുരുവായൂരപ്പ, എന്റെ ജീവൻ എടുത്തെങ്കിലും എന്റെ കേശവനെ രക്ഷിക്കണേ ഗുരുവായൂരപ്പ. എന്താ അച്ഛ? കേശവന്റെ സ്ഥിതിയെ പറ്റി ഒന്നും അറിഞ്ഞില്ലല്ലോ. നിനക്കൊന്ന് പോയി വരാമായിരുന്നില്ല? ഇവിടെ ഇപ്പോ അച്ഛന്റെ അരികിൽ ഞാൻ വേണ്ടേ? ഓമുണ്ണി വന്നിരുന്നെങ്കിൽ വിവരം അറിയാമായിരുന്നു. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഉണ്ണിയെ പറ്റി വിചാരിക്കുകയായിരുന്നു. നന്ദിനി കുട്ടിയെ സംബന്ധം ചെയ്ത് ഉണ്ണിക്ക് ഇവിടെ തന്നെ കഴിയാമായിരുന്നു.